അഡ്വക്കേറ്റ് പി എം നിയാസ്, ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് ഛത്തീസ്ഗഡ് PCC പ്രസിഡന്റ് തന്നെ സമ്മതിച്ചിരിക്കുക. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് PCC അധ്യക്ഷൻ ദീപക് ബൈജ് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിയായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നടക്കുന്നുണ്ട്, മതപരിവർത്തനം നടക്കുന്നുണ്ട്. ബലം പ്രയോഗിച്ച് മതം മാറ്റിയതോ മനുഷ്യക്കടത്ത് നടത്തിയതോ ആണെങ്കിൽ നടപടി സ്വീകരിക്കാമെന്നും പറയുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ട് അത് നിർത്തണം. BJP ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഇടപെടുന്നതിൽ സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ല. സർക്കാർ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് അധ്യക്ഷൻ പോലും പറയുന്നത്. അവിടെയാണ് എതിർപ്പ്, കോൺഗ്രസിൻ്റെ എതിർപ്പ്. അഡ്വക്കേറ്റ് നിയാസ്, താങ്കൾ ലൈനിലുണ്ടോ? യെസ്, അഡ്വക്കേറ്റ് നിയാസ് അദ്ദേഹം ഇല്ല. ജയേന്ദ്ര മാസ്റ്റർ, നേരത്തെ ഫാദർ ജേക്കബ് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ചു. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേതുപോലെയല്ല ഛത്തീസ്ഗഡിലെ കാര്യങ്ങൾ. കാരണം അവിടെ ശക്തമായ ചില നിയമങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ ഉള്ളവർ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് വ്യാപകമായ പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ശക്തമായ നിയമങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റൂ. യെസ്, ജയേന്ദ്ര മാഷ്, ഞാൻ നിയാസിലേക്ക് പോകാം. നിയാസ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിയാസ്, താങ്കൾക്ക് കേൾക്കാമോ? എൻ്റെ ചോദ്യം കേട്ടോ താങ്കൾ? യെസ്, നിയാസ്, അഡ്വക്കേറ്റ് നിയാസ്, മതപരിവർത്തനം, ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് PCC അധ്യക്ഷൻ തന്നെ സമ്മതിച്ചു. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടക്കുന്നുണ്ട്. ദീപക് ബൈജ്, PCC അധ്യക്ഷൻ. മാത്രമല്ല അദ്ദേഹം പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. ഈ 2 മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ടത് നിർത്തണം. BJP ആണ് സംസ്ഥാനം ഭരിക്കുന്നത്, ഇടപെടുന്നതിൽ സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നമില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ഇത് വലിയൊരു വിഷയമാക്കി എടുത്തിരിക്കുകയാണ്. വലിയ ചർച്ചകൾ നടക്കുന്നു. അതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട തന്നെയല്ലേ അഡ്വക്കേറ്റ് നിയാസ്? നോക്കൂ, നമ്മൾ ഇക്കാര്യത്തെ നമ്മൾ 2ആയിട്ടാണ് കാണേണ്ടത്. ഒന്ന്, ഇന്ത്യ രാജ്യത്ത് മതേതരത്വ രാജ്യമാണ്. പക്ഷെ മതസ്വാതന്ത്ര്യം, മതപ്രചരണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ മതപരിവർത്തനം എനിക്ക് സ്വമേധയാ എനിക്ക് വേറൊരു മതത്തിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അനിൽ നമ്പ്യാർക്ക് തോന്നുകയാണ് നാളെ ഒരു മതത്തിലേക്ക് പോകണമെങ്കിൽ ഒരു തടസ്സവും ഇന്ത്യയുടെ ഭരണഘടന പ്രകാരമില്ല. പക്ഷേ അനിൽ നമ്പ്യാരെ ഞാൻ നിർബന്ധിച്ച് എൻ്റെ മതത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് മാത്രമേ അതിന് നിയമം തടസ്സമായിട്ടുള്ളൂ. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം മാത്രമേ തടസ്സമായിട്ടുള്ളൂ. മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും രണ്ടാണ്. മതപ്രചരണത്തിന് ഇപ്പോൾ നമ്മൾ 1968 ഉണ്ടായിരുന്ന ഒരു വിധിയെ സംബന്ധിച്ച് റവറൻഡ് സ്റ്റാൻസ്ലാക്ക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP ആൻഡ് ഒറീസയിൽ വളരെ വ്യക്തമായി കോടതി പറയുന്ന ഒരു കാര്യം അതാണ്. അവിടെ രണ്ടായിട്ട് തന്നെ കാണണം. ഇവിടെ താങ്കൾ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മതപരിവർത്തനം നിർബന്ധിതമാണ് എന്ന് തന്നെ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ നടപടിയെടുക്കേണ്ടത് ആരാണ് ബജ്രംഗ് ദളിനെ ഇക്കാര്യത്തിൽ ലോക പോലീസായി അല്ലെങ്കിൽ അഖിലേന്ത്യാ പോലീസായി തീരുമാനിച്ചത് ആരാണ്? അങ്ങനെ തീരുമാനിക്കാൻ ഭരണഘടനയിൽ പ്രൊവിഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇവയെ പിടികൂടുന്നതും ഇവരെ കൈകാര്യം ചെയ്യുന്നതും ഇവരെ ചോദ്യം ചെയ്യുന്നതും ഇവരെ വസ്ത്രങ്ങളും അതുപോലെ ഇവരുടെ കയ്യിലുള്ള ബാഗുകളും ഒക്കെ പരിശോധിക്കുന്നതും അതെടുക്കുന്നതും ഇവരെ കൈയേറ്റം ചെയ്യുന്നതും ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. അതിന് ഇന്ത്യയിൽ അനിൽ നമ്പ്യാരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇന്ത്യയിലെ ഭരണഘടനയിൽ അങ്ങനെ പ്രൊവിഷൻ ഉണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ 2 കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ പറയുന്നു മതപരിവർത്തനം ഉണ്ട് എന്ന്. മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ടായി. മതപരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ കേസെടുത്തു. പിന്നെ നിങ്ങൾ എന്തിനാ മനുഷ്യക്കടത്താക്കി മാറ്റിയത്? അപ്പോൾ മനുഷ്യക്കടത്താക്കി മാറ്റിയെങ്കിൽ മാത്രമേ NIA പദവിയിലേക്ക് വരൂ എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായപ്പോഴാണ് നിങ്ങൾ മനുഷ്യക്കടത്തിലേക്ക് പോകുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് മനുഷ്യക്കടത്താവുന്നത്? ഒരാൾ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒക്കെ ബീഹാറിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്നു. അത് പ്രായപൂർത്തിയായ അയാളുടെ ആര് കൊണ്ടുവന്നാലും അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ചെയ്യുന്നത് എവിടെയാണ് മനുഷ്യക്കടത്താവുന്നത്? മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കോണ്ടെക്സ്റ്റാണ്.
ആ കോണ്ടക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ അത് ആസൂത്രിതമാണ്. ഇത് ഇവിടെ ഒരു കാര്യം മാത്രമല്ല, 2014 നമുക്ക് ഉണ്ടായിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമുദായത്തോടുള്ള ന്യൂനപക്ഷങ്ങളോടുള്ള അക്രമങ്ങൾ 127 എന്നാൽ 2024 ആകുമ്പോൾ അത് 834 വർദ്ധിച്ചു. ഇത് എന്തുകൊണ്ടാണ് അനിൽ നമ്പ്യാരെ? നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കാസ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ദിവസവും ഇതുപോലുള്ള ചർച്ചയിൽ നമ്മുടെ ജനം TV അങ്ങ് സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ മൊത്തം സ്ഥിതിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു വർഷത്തിനിടയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 751 പള്ളികളാണ് ആക്രമിച്ചതെന്ന് ഞാൻ പറയുന്നതല്ല, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ വിലയിരുത്തലാണ്. അല്ല, അവരുടെ രേഖാമൂലമുള്ള അവരുടെ പ്രസ്താവനയാണ്. അതാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം. ആധികാരികമായി നമ്മുടെ ബ്യൂറോയുടെ കണക്കുകളാണെങ്കിൽ ആധികാരികമാണ്. ഇതിപ്പോ അവരുടെ സംഘടന തന്നെയാണ് പറയുന്നത്, യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം തന്നെയാണ് പറയുന്നത്, കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അല്ല അതുകൂടാ ഞാൻ വേറൊരു കണക്ക് കൂടി പറയാം. 2014 മുതൽ 2024 വരെ 4316 അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായി എന്ന് ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ പാർലമെൻറ്റിൽ കൊടുത്ത കണക്കാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നുള്ള കണക്കുകൾ ഉദ്ധരിച്ചാണ് നിങ്ങൾ പറയുന്നത്. അതിൽ ഓരോ വർഷത്തെയും കണക്കുണ്ട്. 2014 ശേഷമുള്ള കണക്കുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 2013 100-ലേറെ മാത്രം ഉണ്ടായിരുന്നത് ഇത്രയും വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ഉണ്ടാവേണ്ടത് 1000 എണ്ണല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ല 1200 ഉണ്ടാവാൻ പാടുള്ളൂ. അത് 4316 എങ്കിൽ അത് നിങ്ങളുടെ നയത്തിൻ്റെ തകരാറില്ലേ? ഞാനൊരു കാര്യം നിങ്ങൾ തുറന്നു പറയാം. ഞാൻ പറയുന്നത് മനുഷ്യക്കടത്ത് അവിടെ മാറ്റി നിർത്താം, മതപരിവർത്തനമാണ് ബജരംഗദളിൻ്റെ വിഷയമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് പറയാലോ. എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ്. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു AD 52 അത് എന്തോ ആവട്ടെ, ആദ്യത്തെ ക്രൈസ്തവ ഒരു 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 മതപരിവർത്തനം അല്ലെങ്കിൽ പ്രചാരണം നടത്താൻ വേണ്ടി ഒരു ആൾ വന്നത് AD 52 എന്തോ ആവട്ടെ. ഏതായാലും 2000 കൊല്ലത്തോളം ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറി ഉണ്ടായിരുന്നല്ലോ. ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സഭ ഉണ്ടാക്കിയ BM സ്കൂളിലാണ്. ഞാൻ കോളേജിൽ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിൽ വന്ന് അന്നത്തെ ഭരണാധികാരികളോ അല്ല അന്നത്തെ രാജാക്കന്മാരിൽ നിന്നോ അനുവാദം വാങ്ങി തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് ഞാൻ പഠിച്ചത്. അതുപോലെ ധാരാളം പേര് അന്ന് എൻ്റെയൊക്കെ നാട്ടിൽ എത്രയോ ധാരാളം പേര് അവർ നിർമ്മല ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പ്രസവങ്ങൾ നടന്നത് ആ ഹോസ്പിറ്റലാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം നടത്തുന്ന ആശുപത്രിയിൽ ചികിത്സിച്ചും അവിടെ പഠിച്ചുമൊക്കെ വന്ന ആളുകളൊക്കെ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുണ്ടോ? ഞാനായിട്ടുണ്ടോ? എൻ്റെ കൂടെ ആരെങ്കിലും ആയിട്ടുണ്ടോ? അവരാരെങ്കിലും നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ മതപരിവർത്തനം നടത്തണമെന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നും ശതമാനക്കണക്കിൽ നോക്കിയാൽ 2% താഴെയല്ലേ ക്രിസ്തവ സമുദായമുള്ളത്? 1947 മുതലുള്ള നമ്മുടെ ജനസംഖ്യ എടുത്താൽ അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു 50 കൊല്ലം കൊണ്ടോ 25 കൊല്ലം കൊണ്ടോ അത് 2% നിന്ന് 10-12% മാറണ്ടേ? എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ 10 വർഷത്തെ നിങ്ങളുടെ ഒരു അജണ്ടകളാണ്. അജണ്ടകളുടെ ആവശ്യം നിങ്ങൾക്ക് വേണ്ടത് ഹിന്ദുക്കളുടെ ഒരു ക്രോഡീകരണമാണ്. ആ ക്രോഡീകരണം വേണമെങ്കിൽ നിങ്ങൾ ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തിനെതിരെയും ഒരു ഭാഗത്ത് ക്രൈസ്തവ സമുദായത്തിനെതിരെയും ആളിക്കത്തിച്ച് അവരെല്ലാം ഹൈന്ദവ മതങ്ങൾ വിശ്വാസികളെ അങ്ങ് കൊണ്ടുപോകുന്നു, മതപരിവർത്തനം നടത്തുന്നു, വിവാഹം കഴിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി ഞങ്ങളുടെയൊക്കെ എണ്ണം കുറച്ച് ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി, ഇന്ത്യയെ ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കി മാറ്റുമെന്ന് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. താങ്കൾ അത് വിസ്മരിക്കരുത്. ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണല്ലോ മണിപ്പൂരിൽ 1000 ദേവാലയങ്ങളാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തകർന്നു വീണത്. 200 പേര് ക്രൈസ്തവ സഹോദരങ്ങൾ അവിടെ ജീവഹാനി ഉണ്ടായി. 300 ആദിവാസി ഗ്രാമങ്ങൾ കത്തി നശിച്ചു. 60,000 ഹിന്ദുക്കളുണ്ട്. മണിപ്പൂരിലെ വിഭാഗങ്ങളിൽ ക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഞാൻ ക്രൈസ്തവരുടെ നിങ്ങൾ മനഃപൂർവ്വം വളച്ചൊടിക്കാറ്. ഞാൻ ഒരൊറ്റ കാര്യം അല്ല
ഞാൻ അത് കൃത്യമായി പറയുന്നു. മണിപ്പൂരിൽ 1000 ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു. 200 ക്രൈസ്തവരായ വിശ്വാസികൾ അവിടെ ജീവഹാനി സംഭവിച്ചു. 300 ആദിവാസി ഗ്രാമങ്ങൾ, അത് ക്രൈസ്തവർ മാത്രമല്ല, അത് ക്രൈസ്തവരോട് അനുഭാവമുള്ള ആദിവാസി ഗ്രാമങ്ങൾ കത്തി നശിച്ചു. 60,000 ക്രൈസ്തവ വിശ്വാസികൾ അവിടുത്തെ പാലായനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായി അവർ പോയി. ഇതിനൊക്കെ ഉത്തരവാദികൾ അല്ല, ഇതിനൊക്കെ അവിടെ ആരാ മുഖ്യമന്ത്രി ആരാ? അവിടെ ഭരിക്കുന്നത് ആരാ? താങ്കൾ പറഞ്ഞല്ലോ, അവിടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് BJP, അവിടെ ഭരിക്കുന്നത് BJP. 24 മണിക്കൂർ കൊണ്ട് ഒരു വലിയ സാമുദായിക സംഘർഷം ഇല്ലാതാക്കുവാനുള്ള ശക്തി ഇന്ത്യയിലെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മണിപ്പൂരൊക്കെ ശാന്തമായിരുന്നോ? മണിപ്പൂരിൽ എത്ര കാലമായി ആഭ്യന്തര കലാപം? ഞങ്ങൾ നടപടിയെടുത്തു. അവിടെ മുഖ്യമന്ത്രിയെ മാറ്റി, ഞങ്ങൾ കേന്ദ്ര സേനയെ വിന്യസിച്ചു, ഞങ്ങൾ എന്തെല്ലാം നടപടികൾ മുന്നോട്ട് പോയി. നിങ്ങൾക്കിതൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് ഏത് വിധേനയും കാസയെ ഉപയോഗിച്ച് കുറേ ക്രൈസ്തവരെ കേരളത്തിൽ നിന്ന് കേക്കുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അവിടെ അവരെ തലയറുത്ത് അവരെ ജയിലിലാക്കി അവർ മുന്നോട്ട് പോകുന്നു. പ്രൊഫസർ സ്റ്റാൻ സ്വാമിയുടെ സ്ഥിതി എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ത്രിപുരയിലെ ആദിവാസി ഗ്രാമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്റ്റാൻ സ്വാമി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ്. ആസ്ട്രേലിയയിൽ നിന്നും വന്ന ഒരു മിഷണറിയെ നിങ്ങൾ കുഞ്ഞുങ്ങളെ അടക്കം ചുട്ടു കൊന്നപ്പോൾ അതിന് പ്രോത്സാഹനം നടക്കുന്ന നിലപാടല്ലേ മുന്നോട്ട് പോയത്? ഞങ്ങൾ പറയുന്നത് അത് ക്രൈസ്തവരാവട്ടെ, അതുപോലെ ജൈനരാവട്ടെ, ബുദ്ധമതക്കാരാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ഹിന്ദുക്കളാവട്ടെ, പട്ടികജാതിക്കാരാവട്ടെ, ആദിവാസികളാവട്ടെ, ആരുമാകട്ടെ, പേര് പറയാനുള്ള അവകാശം ഉണ്ടാവണം. അവിടെയാണ് ബജ്രംഗ് ദൾ പോലെ ബജ്രംഗ് ദൾ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് നിങ്ങളുടെ ഞാൻ വിട്ടുപോയതാണ് സിക്കാരടക്കം. ഒരു ഭാഗത്ത് ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വന്ന് കേക്ക് കൊടുക്കുന്നു. മറുഭാഗത്ത് ചെന്നായുടെ ആട്ടുകോലിന്റെ എടുത്തു മാറ്റി അവിടെ അക്രമം കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ദീപക് ബൈജിനെയാണ്. താങ്കളുടെ പാർട്ടി ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ദീപക് ബൈജിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തു. അദ്ദേഹമാണ് പറഞ്ഞത് ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ BJP സർക്കാർ ഇടപെടട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ടത് നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ PM നിയാസ്, 35 അംഗങ്ങളുണ്ടല്ലോ കോൺഗ്രസിന്. ഛത്തീസ്ഗഡ് നിയമസഭയിൽ 35 അംഗങ്ങളുണ്ട്. ഈ 35 അംഗങ്ങളിൽ ഒരാളെങ്കിലും, നിങ്ങളുടെ പ്രതിനിധി സംഘം പോയല്ലോ, നിങ്ങൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് ഒരാളെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ? എന്താ വരാത്തത്? എന്താ അതിൻ്റെ കാരണം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നയമാണ്. നിങ്ങളെപ്പോലെ ഈ ഉത്തരേന്ത്യയിൽ ഒരു നയം, കേരളത്തിലൊരു നയം, അത് പിന്നെ കോഴിക്കോട് നയം, ഞങ്ങൾക്ക് ഒരൊറ്റ നയമുള്ളൂ. ആ നയം ഈ 35 പേര് കൂടി വന്നിരുന്നെങ്കിൽ 40 പേരായനെ. കേരളത്തിലുള്ള 2 സിസ്റ്റർമാർ, ആ 2 സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും, ആ 2 പേര് കേരളത്തിലുള്ള സഭാംഗങ്ങളാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ നേരിട്ട് അവിടെ പോയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിലപാടേ ഉള്ളൂ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. ആ കോൺഗ്രസിൽ നിന്ന് ജയിച്ച ആളാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും വയനാടിലെ പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ഞങ്ങൾ ലോകസഭയിൽ നിങ്ങളുടെ നേതാവായ തലതൊട്ടപ്പനായ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മുഖത്തു നോക്കി ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നാളെയും പറയും. ഞങ്ങളൊരു കാര്യം തുറന്നു പറയും, 100 കൊല്ലം ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാലും ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്ന നടപടിയല്ലാതെ മതേതരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു നടപടിയും ഞങ്ങൾ എടുക്കില്ല. അത് ഞങ്ങൾ നിശ്ചയിച്ചതാണ്, തീരുമാനിച്ചതാണ്. നിങ്ങൾക്കതല്ല. ഒരു 20 കൊല്ലം കിട്ടണമെങ്കിലും ഒരു സമുദായത്തെ അങ്ങ് കശാപ്പ് ചെയ്താൽ അത് 20 കൊല്ലം കിട്ടിയാൽ അതാണ് നിങ്ങൾ നിലപാടെടുക്കുന്നത്. ആ 2 നിലപാടുകളാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ഛത്തീസ്ഗഡിലെ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന ബെന്നി ബെഹനാൻ, അതുപോലെ റോജി എം ജോൺ ഉൾപ്പെടെ 5 പേരാണല്ലോ UDFന്റെ പ്രതിനിധികളായിട്ട് പോയത്, MP മാർ.
ഞാൻ ചോദിച്ച ആ 35 MLA മാർ, കോൺഗ്രസിൻ്റെ MLA മാർ എന്തുകൊണ്ട് ഐക്യദാർഢ്യവുമായിട്ട് എന്തുകൊണ്ട് ആ ഇവർ കഴിയുന്ന, ഇവർ അടക്കപ്പെട്ട ദുർഗ് ജയിലിൻ്റെ പരിസരത്ത് പോലും വന്നില്ല? എന്താ കാരണം? എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ അണിനിരത്താൻ നിങ്ങൾക്ക് പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് PCC അധ്യക്ഷൻ ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്? നിങ്ങളൊരു കാര്യം, ഈ PCC പറഞ്ഞ അഭിപ്രായം പറഞ്ഞത് എന്താ? മതപരിവർത്തനം നടക്കുന്നെങ്കിൽ സർക്കാർ നടപടി എടുക്കണം. അത് ഇങ്ങനെയല്ല വേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്, താങ്കൾ പറഞ്ഞൊരു ചോദ്യത്തിന് നിങ്ങൾ കാത്തിരിക്കും. അടുത്ത ആഴ്ച ഞങ്ങൾ ഛത്തീസ്ഗഡിലെ PCCയുടെ നേതൃത്വത്തിൽ അതിശക്തമായ BJPക്കെതിരായ അതിശക്തമായ പ്രതിഷേധ പരമ്പര നടക്കുകയാണ്. ആ പരമ്പര നടക്കുന്നതിൽ പ്രതിപക്ഷ അടക്കം അവിടെ പങ്കെടുക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടി എപ്പോൾ സമരം നടത്തണം, എങ്ങനെ സമരം നടത്തണമെന്ന് ഈ ജനം TVയും BJPയും എല്ലാം തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഇതാദ്യം ഞങ്ങളുടെ ടേണാണ്. ഈ കേരളക്കാരായ 2 കന്യാസ്ത്രീ സഹോദരിമാരെ ക്രൂശിച്ചപ്പോൾ ആദ്യം ഞങ്ങൾ നടപടിയെടുക്കുന്നതും ആദ്യം പ്രതിഷേധം അറിയിക്കുന്നതും കേരളത്തിൽ നിന്നുള്ള MP-മാരാണ്. രണ്ടാമത് ഇന്ത്യയുടെ പാർലമെൻറ്റാണ്. മൂന്നാമത് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രദേശങ്ങളാണ്. കേരളത്തിലെ 283 ബ്ലോക്കുകളിലും ഞങ്ങൾ ഇന്ന് പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് അയച്ചിട്ടിരിക്കുകയാണ്. അനിൽ നമ്പ്യാരുടെ ജനം ഉയർത്തുന്ന പ്രചരണങ്ങളെല്ലാം വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. PM നിയാസ്, ഇപ്പോൾ ഈ 2 കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണീർ പൊഴിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വലിയൊരു വിഷയം നടന്നല്ലോ അഡ്വക്കേറ്റ് PM നിയാസ്. ബിഷപ്പ് ഫ്രാങ്കോ, ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ലൈംഗിക ആരോപണം, ബലാത്സംഗ ആരോപണം ഒക്കെ ഉയർന്ന സമയത്ത് ആരോപണം ഉന്നയിച്ച സ്ത്രീ, അവരെ പിന്തുണച്ച് 2 കന്യാസ്ത്രീകൾ അന്ന് രംഗത്തിറങ്ങിയിരുന്നല്ലോ. അന്ന് നിങ്ങളുടെ പിന്തുണയൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ ഈ കന്യാസ്ത്രീകൾ എവിടെ പീഡിപ്പിക്കപ്പെടുന്നുവോ, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ എവിടെ വേദനിക്കുന്നുവോ അവിടെയൊക്കെ രക്ഷകരായി എത്തുന്നവരാണല്ലോ കോൺഗ്രസ്സുകാർ. എന്തുകൊണ്ട് ഈ സ്വന്തം ഈ കേരളത്തിൻ്റെ മണ്ണിൽ കൊച്ചിയിലാണല്ലോ അവർ അവിടെ സത്യാഗ്രഹം ഇരുന്ന സമയത്ത്, അവരുടെ പ്രതിഷേധം അറിയിച്ച സമയത്ത് എവിടെയായിരുന്നു സാർ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം? നിങ്ങളിപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് വെച്ച് പിടിച്ചല്ലോ, അന്ന് ആരെയും കണ്ടില്ലല്ലോ അവിടെ. ഈ 3 കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്താൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊന്നും. അപ്പോൾ നിങ്ങളുടെ പ്രതിഷേധം, നിങ്ങളുടെ അഭിപ്രായ പ്രകടനമൊക്കെ സെലക്റ്റീവ് അല്ലേ? ഞാനൊരു കാര്യം കൂടെ പറയാം. മതപ്രവർത്തനത്തിനെതിരെയുള്ള നീക്കങ്ങൾ വേറെയും, മത സംഘടനകളിൽ അല്ലെങ്കിൽ വൈദിക ശ്രേഷ്ഠന്മാർ, സന്യാസിനികൾ അവരൊക്കെ ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ വേറെയുമാണ്. ഞാൻ ഒരൊറ്റ കാര്യം തിരിച്ചു ചോദിക്കട്ടെ. കാശ്മീർ തായ്വരയിൽ ഞങ്ങളുടെയൊക്കെ കണ്ണ് തെളിയിക്കുന്ന 8 വയസ്സുകാരിയെ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ അവിടെ തടഞ്ഞു വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ അതിൽ കുറ്റവാളികൾ, അവിടുത്തെ പൂജാരിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റവാളി ഉണ്ടായപ്പോൾ ഇവിടുത്തെ VHPയോ അല്ലെങ്കിൽ RSSോ അല്ലെങ്കിൽ ബജരംഗ് ദളോ എന്ത് ചോദിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അവർ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളിവിടെ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവരും അമൃതാനന്ദമയി മഠത്തിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, ഞങ്ങൾ എന്താ നിലപാടെടുത്തത്? അത് നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്ന് വെച്ച് അവിടെ ഒരു സംഭവമുണ്ട്. സത്യസായി ഈ ബാബയുടെ ആശ്രമത്തിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഞങ്ങൾ എന്താ നിലപാടെടുത്തത്? അവിടെയൊക്കെ ഞങ്ങളെടുത്തത് അവിടെ ഉണ്ടാവുന്ന ക്രൈം, ആ ക്രൈമിൽ നിയമപരമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ്. അത് മുസ്ലിം മതത്തിൻ്റെ ഒരു പള്ളിയിലാണെങ്കിലും, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ദേവാലയത്തിലാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ സന്യാസിമാരോ അല്ലെങ്കിൽ സന്യാസിനിമാരോ, അല്ലെങ്കിൽ ഒരു ക്രൈമാണ് നടന്നത്. അവിടെ റേപ്പ് കേസായിരുന്നു, റേപ്പ് ആരോപണമായിരുന്നു, ബലാത്സംഗം ചെയ്തു എന്ന ആരോപണമായിരുന്നു. ദാറ്റ്സ് എ ക്രൈം. ഇവിടെ ഒരു ക്രൈമാണല്ലോ. ഈ 2 കന്യാസ്ത്രീകൾ ഒരു ക്രൈം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. 2 ക്രൈം ചെയ്തു, മതപരിവർത്തനം, അതുപോലെ മനുഷ്യക്കടത്ത്, എല്ലാം ക്രൈമാണ്. പക്ഷേ അവിടെ ക്രൈം ചെയ്ത ആൾ ഒരു ബിഷപ്പായതുകൊണ്ട് നിങ്ങൾ പഞ്ചപുച്ച അടക്കി നിന്നു. കാരണം എന്തുകൊണ്ടാ? നീ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വോട്ട് പോകുമോ എന്നുള്ളൊരു പേടി. ഇവിടെ ഛത്തീസ്ഗഡിൽ അഡ്വക്കേറ്റ് PM നിയാസ്, താങ്കൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറ, ഛത്തീസ്ഗഡിൽ ഈ UDF പ്രതിനിധി സംഘം എന്തിനാ പോയത്? ഇടത് പ്രതിനിധി സംഘം എന്തിനാ പോയത്? ഇനിയിപ്പം നാളെ സഖാവ് ശ്രീമതി ടീച്ചറും അതുപോലെ CS സുജാതയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തിനാ സാർ ഈ കന്യാസ്ത്രീകളോടുള്ള
സ്നേഹം കാരണമാണോ, അല്ലെ താല്പര്യം കാരണമാണോ, മമത കാരണമാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് വോട്ട് വേണം, ഇവരുടെ വോട്ട് ഉറപ്പിക്കണം. അതിനുള്ള ഒരു പൊറാട്ട് നാടകം എന്നതിനപ്പുറം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്? ഇവിടെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മുനമ്പം വിഷയത്തിൽ പോലും അവിടെ 500 കുടുംബങ്ങൾ സമരം ഇരുന്നപ്പോൾ എന്തുകൊണ്ടാണ് സാർ നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും അങ്ങോട്ട് പോയില്ലല്ലോ? അവിടുത്തെ എംപിക്ക് പുച്ഛമായിരുന്നല്ലോ ആ സമരത്തോട്. അപ്പം നോക്കൂ, ക്രൈസ്തവ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അല്ലെങ്കിൽ വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എപ്പോഴും സംരക്ഷകരായി കോൺഗ്രസ് നേതാക്കന്മാർ അവതരിച്ചിട്ടില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രമേ ചില വിഷയങ്ങളിൽ ഇടപെടുന്നുള്ളൂ. അങ്ങനെ ഇടപെടുന്നത് തന്നെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.